വേണ്ടി ഉണ്ടാക്കിയ പള്ളിയോടനുബന്ധമായിട്ടുള്ള മുറികൾ, താമസ സംവിധാനങ്ങൾ, അതാണ് മിഹ്റാബ്. അങ്ങനെ ഒരു മിഹ്റാബിൽ ആരെ താമസിപ്പിച്ചു? മറിയം ബീവിയെ താമസിപ്പിച്ചു. സംരക്ഷകനായ ഗാർഡിയൻ, ലോക്കൽ ഗാർഡിയൻ, നേതൃത്വം സക്കരിയ അലൈഹിസ്സലാം. സക്കരിയ അലൈഹിസ്സലാം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർ കുടുംബവും കൂടിയാണ്. ഈ പരമ്പരയിൽ സക്കരിയ അലൈഹിസ്സലാമയും ഈ ഇമ്രാൻ കുടുംബത്തിലെ ഈ പെണ്ണും ഒരു കുടുംബ ബന്ധമുണ്ട്. സഹോദരിമാരായിരുന്ന സഹോദരി, ഈ ഇമ്രാന്റെ പെണ്ണിന്റെ ഒരു സഹോദരിയെ കല്യാണം കഴിച്ച ആളായിരുന്നു സക്കരിയ അലൈഹിസ്സലാമിന്റെ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബബന്ധം കൂടിയുണ്ട്, നേതൃത്വവും കൂടിയാണ്. അങ്ങനെയുള്ള ഈ നേതാവിനെ സംരക്ഷിച്ചു. അവർ മറിയം ബീവിയെ ഒരു പള്ളിയോടനുബന്ധമായി ഇങ്ങനെ സേവനം ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് താമസിപ്പിച്ചു. അവിടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി അവിടെ പോവുകയും വരികയും ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട് സക്കരിയ അലൈഹിസ്സലാമക്ക്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച, മറിയം ബീവി താമസിക്കുന്ന ആ മുറിയിൽ, ആ സ്ഥലത്ത് സക്കരിയ അലൈഹിസ്സലാം ചെല്ലുമ്പോഴൊക്കെ അവിടെ വിഭവങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിന് ഒരു ഇല്ല, ഭക്ഷണം ഉണ്ടാവണം. സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവി വിളിക്കുകയാണ്, മറിയം അന്നാലൊക്കെ എവിടുന്ന് കിട്ടി നിനക്കിതെല്ലാം? അവർ പറഞ്ഞു, ഭൂമിയില്ല, അതൊക്കെ അള്ളാന്റെ അടുത്ത് പടച്ചവർക്ക് നൽകിയതാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിരില്ലാതെ വിഭവങ്ങൾ നൽകും. അപ്പോ ഇത് മറിയം ബീവിയുടെ ഒരു വിശ്വാസവും വിശ്വാസ വിശുദ്ധിയും തവക്കുലും ഒക്കെ കാണിക്കാനുള്ള ഉദാഹരണം. ചെല്ലുമ്പോ അവർ സുഖമായി ജീവിക്കുന്നു, മതിയായ ഭക്ഷണം വിഭവമൊക്കെ ഉണ്ട്. ആർഭാടുകൾ തന്നെ പറഞ്ഞ അവിടെ ജീവിക്കുന്ന ആ മുറിയിൽ മതിയായവരുണ്ട്. എവിടെ നിന്ന് കിട്ടി മോളെ, നീ സുഖമായിരിക്കുന്നല്ലോ? അത് പടച്ചവനല്ലേ വലിയ. പിന്നെ എന്തില്ല, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിരില്ലാതെ നൽകുമല്ലോ എന്ന് മറിയം ബീവി. ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കണം. നേരെ ചൊവ്വേ വ്യാഖ്യാനിച്ചവർ പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറിയയുടെ വിനയാന്യതമായ മറുപടിയാണ്. അഥവാ പള്ളിയുമായി ബന്ധപ്പെട്ട് സേവനത്തിന് താമസിക്കുന്ന ഒരാൾക്ക് വലിയ ആർഭാടം ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അറിയാം. ആർഭാടം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല പള്ളികളും താമസിക്കുന്നവർക്ക് ജയിലിൽ കഴിയുമ്പോൾ കഴിയേണ്ടി വരുന്നത്. മാന്യമായി ജീവിക്കാനോ താമസിക്കാനോ സൗകര്യങ്ങൾ കൊടുക്കില്ല നമ്മള്. കാരണം അവരിങ്ങനെ ജീവിക്കേണ്ടവരാണ്, നമ്മൾ നല്ല മുസ്ലിം ജീവിക്കേണ്ടവരാണ്. പക്ഷെ എന്തായിരുന്നാലും നേരായ സംസ്കാരത്തിൽ പള്ളിയുടെ ഒരു രീതി എങ്ങനെയാണോ അതിനൊത്ത ഒരു രീതിയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അത് മറിയം ബീവിയുടെ മിഹ്റാബ് അങ്ങനെ തന്നെ. അപ്പൊ അവിടെ സുഖല്ലേ, കാര്യങ്ങളൊക്കെ ഭംഗിയല്ലേ, ഭദ്രമല്ലേ? ഭക്ഷണമൊക്കെ കിട്ടുന്നല്ലോ. ഭക്ഷണമൊക്കെ എവിടെ കിട്ടി? ഇതൊക്കെ പടച്ചു തരുമല്ലോ, അതാണ് നിയമത്താണ് എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയ ആ വിഭവങ്ങളിൽ അവര് കാണിക്കുന്ന അങ്ങേറ്റ ശുക്റും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ബരമേൽപ്പിച്ചുള്ള ജീവിതത്തിന്റെ ആ ഉദാത്തമായ ഒരു പ്രതികരണവുമായിട്ടാണ് മഹാന്മാരായ മുസ്ലിങ്ങൾ നല്ല ശതമാനം വ്യാഖ്യാനിച്ചത്. ഒപ്പം അവർ പറഞ്ഞു, ചിലപ്പോ ഇങ്ങനെയും ആവാം. എന്താവാം? ഇവരുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയ കഥയിൽ പറയാനിരിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാവാം. അതല്ലാതെ നമ്മൾ നേരെ ചൊവ്വേ മനസ്സിലാക്കുമ്പോ ഒരു വിനയാന്യതയായ അല്ലാഹുവിന്റെ ഒരു ദാസി, ജീവിത വിശുദ്ധിയുള്ള തമ്പുരാനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന അവന്റെ മാർഗത്തിൽ
നിങ്ങൾ മനസ്സിലാക്കി. ഈ ഉള്ളവൻ ഇങ്ങനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കും. മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ വർത്തമാനത്തിന്റെ ബലത്തിൽ അല്ലാഹു നൽകിയ നിയമത്തിനോട് അങ്ങേയറ്റം ശുക്ർ പ്രകടിപ്പിക്കുന്ന മറിയം ബീവിയുടെ നാവിൽ നിന്ന് വരുന്ന ഉദാത്തമായ വർത്തമാനം, ശുക്രിന്റെ വർത്തമാനം. അതൊക്കെ പടച്ചവൻ കാര്യങ്ങൾക്ക് ഭംഗിയായി നമ്മളോട് ഒരാൾ ചോദിക്കല്ലേ, അതാ ഒരു വീടൊക്കെയായല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെന്താ ശരിക്കും വിശ്വാസം പടച്ചവന്റെ നിയമത്ത അല്ല അങ്ങനെയല്ലോ, അവൻ തരാൻ ഉദ്ദേശം തരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ വർത്തമാനത്തിന്റെ രീതി എന്താ? വീട് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു, പിന്നെ വീട്ടിലെ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് കിഴിയാക്കി കൊടുത്തു എന്നൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാന്റെ നിയമത്തിനെ കുറിച്ച് ബോധ്യമുള്ളവർ അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഏത് അനുഗ്രഹത്തിലും അത് അവ നൽകിയത. എങ്ങനെ ഇരിക്കുന്നു? അൽഹംദുലില്ലാ, ആരോഗ്യമൊക്കെ അൽഹംദുലില്ലാ ഹൈർ. അപ്പൊ കാര്യങ്ങളൊക്കെ ഹൈറായിട്ട് പോകുന്നു. ഇങ്ങനെ പറയുമ്പോ അതൊക്കെ അള്ളങ്ങനെ പിടികെട്ടി തരുന്നു എന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ചിലപ്പോ ഇത്തരം ചിലർക്കുള്ള കൊടുത്ത ഔദാര്യങ്ങൾ ഉണ്ടാവാം, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം അങ്ങനെ മാത്രമാണെന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം ഒരു നല്ല വിശ്വാസിയുടെ ഏറ്റവും ഉദാത്തമായ വിനയാന്വിതമായ പ്രകടനം എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു ബുദ്ധി. അതുകൊണ്ട് പടച്ചവൻ അങ്ങനെയാണല്ലോ, അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായി നടക്കുമല്ലോ, അതുകൊണ്ട് വിഷമമൊന്നുമില്ല, കഴിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ മറിയം ബീവി പ്രതികരിക്കുകയും ചെയ്തു. മറിയം ബീവിയുടെ ഈ വിനയം, ഈ ഈമാൻ, ഈ തവക്കുൽ, ഈ വരവേൽപ്പിക്കൽ, അവരുടെ ഈ വല്ലാത്ത ഒരു ഇസ്ലാമികമായ ഉദാത്തമായ ശൈലി സംസ്കാരങ്ങൾ കണ്ടപ്പോൾ ഈ മകളോടുള്ള അഥവാ ഏൽപ്പിക്കപ്പെട്ട ഈ മകളോടുള്ള ഈ കുഞ്ഞിനുള്ള വല്ലാത്ത ഒരു കൊതി, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്തയിലേക്ക് എത്തിച്ചു. ആരെ? സക്കരിയ അലൈഹിസ്സലാം. അപ്പൊ ഈ സന്ദർഭത്തിൽ സക്കരിയ അലൈഹിസ്സലാം നാഥനെ വിളിച്ചു. അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാം പടച്ചവനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റബ്ബി എന്റെ നാഥ, ഹബിനി മില്ലത്തുക നബിയ്യ, എനിക്കൊരു സന്താനം, ഇങ്ങനത്തെ ഒരു മുത്തിനെ എനിക്ക് താ, ത്വയ്യിബ, നല്ല വിശുദ്ധിയുള്ള ജീവിത വിശുദ്ധിയുള്ള ഒരു നല്ല സന്താനത്തെ എനിക്ക് താ. ഇന്നക സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവരാണല്ലോ നീ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക, എനിക്കും താ ഇങ്ങനത്തെ ഒരു കൺകുളിർമ നൽകുന്ന മകനെ അല്ലെങ്കിൽ മകളെ എന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പൊ നല്ല സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി ആലോചിക്കുന്നത്, അതാണ് നമുക്കുണ്ടാവേണ്ട കൊതി. നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ കൊതിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൊതി ഉണ്ടാവാറുണ്ട്. ഞാൻ വിനയപരിസരം എന്നോട് ചോദിക്കാണ്, വിമർശിക്കാനല്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങൾ ഉണ്ടാകേണ്ട ഒരു ചിന്ത ഇതായിരിക്കണമെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ട് ആ ചിന്തയിലേക്കുള്ള മനസ്സിനെ വീണ്ടും വീണ്ടും കഴിഞ്ഞാണ് പിടിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ നമ്മളെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു, മകനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. സാലിഹായ ഒരു സന്താനം, സാലിഹായ മക്കൾ അവർക്കുണ്ടാവട്ടെ എന്ന കൊതിയോടുകൂടി ഈ ഗർഭത്തിൽ വായിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല. ഇല്ലെന്ന് ഞാൻ വീണ്ടും പറയും. കാരണം എന്താ? അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ സ്വാലിഹായ സന്താനം അച്ഛന് വാർത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇത് അമ്മയുടെ ഗർഭപാത്രനെ വാർത്തെടുക്കട്ടെ. അത് അച്ഛനും കൂടി തന്നെയാണ് ഈ വാർത്ത നടക്കേണ്ടത്, ഈ ബോൺ മീറ്റിംഗ്. അപ്പൊ ഈ ഇടയും തമ്മിലാണല്ലോ ഈ ബോൺ മീറ്റിംഗ് നടക്കുക. അതിന് മിക്സർ ശരിയാവട്ടെ, ഇതിന്റെ സാധനങ്ങൾ ശരിയാവട്ടെ. അപ്പൊ ദീനുള്ള സാധനങ്ങൾ തമ്മിൽ ചേരണമല്ലോ. ദീനുള്ള സാധനങ്ങൾ ചേരുന്നതിന് പകരം സ്വത്തുള്ളവർ തമ്മിൽ ചേർക്കാൻ തീരുമാനിച്ചാൽ ശരിയാവുമല്ലോ, മുൻപുള്ളവർ തമ്മിൽ ചേർക്കാൻ തീരുമാനിച്ചാൽ ശരിയാവും. അപ്പൊ നമ്മളിതിന്റെ മിക്സിംഗ് തന്നെ തെറ്റിക്കുക. മിക്സിംഗ് തെറ്റിയാൽ കോൺക്രീറ്റിംഗ് അബദ്ധത്തിലാവുമല്ലോ. അതുകൊണ്ടാണ് ബിൽഡിംഗ് സംവിധാനത്തിന്റെ തകരാറിന്റെ പ്രശ്നം. അപ്പൊ ഇത് ശരിയാവണം, അത് ശാസ്ത്രീയമാവണം, അതിന് കാഴ്ചപ്പാട് വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കല്യാണത്തിന് കാഴ്ചപ്പാടില്ലാതെ പോയത്. എന്തിനായി വിവാഹം? ഒന്ന്, അവർ ഇസ്ലാമികമായി ഇണതുണകളായി ജീവിച്ച് സ്വർഗത്തിലെത്തണം. രണ്ട്, അവരിൽ നിന്ന് ഇസ്ലാമിൽ വരുന്ന മുത്തുകൾ ജന്മം കൊള്ളണം. അപ്പോഴേ ഈ സമുദായം നല്ല കൂട്ടത്തിൽ പോകും. ഇപ്പൊ ഈ സമുദായം ക്രിമിനലുകളുടെ ആൾക്കൂട്ടമായതുകൊണ്ടാ നമ്മുടെ ഈ കാഴ്ചപ്പാടില്ലാത്തതായതുകൊണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വയറ്റിൽ നിന്ന് പിറന്ന ഹസൻ ഹുസൈൻമാർ റളിയല്ലാഹു അൻഹു, അസ്മാ ബിൻത് അബീ ബക്കറിന്റെ വയറ്റിൽ പിറന്ന
സംഭവിക്കില്ല നോക്കിയിട്ടല്ല, ആഗ്രഹമാണ്. ആഗ്രഹം ഒരു സ്വാലിഹായ സന്താനം. അവിടെ വെച്ച് സക്കറിയ അലൈഹിസ്സലാമിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തൻ തയ്യിബ, പടച്ചവനെ നല്ല ഒരു സന്താനത്തെ എനിക്ക് താ. ഇന്നക സമീഉ ദുആ, എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നവനാണല്ലോ നീ. എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എനിക്കൊരു നല്ല പുത്രനെ താ. വല്ലാത്തൊരു പുതിയാണ് നല്ല പുത്രനെ കിട്ടാൻ. അങ്ങനെയാണ് മാതാപിതാക്കൾ കൊതിക്കേണ്ടത്, അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ആശംസ നേടേണ്ടത്, അങ്ങനെ ഉണ്ടാകാൻ ശ്രമിക്കേണ്ടത്. അതിന് പറ്റുന്ന ഫ്രെയിംവർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് പറ്റുന്ന പ്ലാനിംഗ് ആണ് നടത്തേണ്ടത്. ഈ പ്രാർത്ഥന സ്വീകരിച്ചു സക്കറിയ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടായി. മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു. പ്രവാചകനാണ്, വഹിയുള്ള പ്രവാചകനാണ്, മലക്കുകൾ വന്നു പോകും. അദ്ദേഹം മിഹ്റാബിൽ എഴുന്നേറ്റ് നിസ്കരിച്ചുകൊണ്ട്, ഈ മിഹ്റാബ് പള്ളി മിഹ്റാബിലാണ് കേട്ടോ, മറ്റേ മിഹ്റാബ് താമസ സ്ഥലമാണ്. അപ്പോ അദ്ദേഹം മിഹ്റാബിൽ എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. മലക്കുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, അദ്ദേഹത്തെ വിളിച്ചു അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് താങ്കൾക്ക് യഹ്യയെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു. അഥവാ അങ്ങേക്ക് ഒരു സന്താനം ജനിക്കാൻ പോകുന്നു, ഒരാൺ കുഞ്ഞ്. പേര് യഹ്യ, പേര് യഹ്യ. യഹ്യ എന്ന ഈ പ്രവാചകനെയാണ് സ്നാപക യോഹന്നാൻ എന്ന പേരിൽ ബൈബിൾ പരിചയപ്പെടുന്നത്. ചരിത്ര താല്പര്യത്തിന് വേണ്ടി പറയുന്നു. സ്നാപക യോഹന്നാൻ, അതാണ് യഹ്യ. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. എങ്ങനെയാണ് യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിന്റെ ഈ ജനനം, ഈ വരവ്, ആ കുഞ്ഞ് എന്താകും എന്ന് പറഞ്ഞു കൊടുക്കാം, മുൻകൂട്ടി അറിയിച്ചു കൊടുക്കാം. കുഞ്ഞ് എന്താകും? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഉത്തരവിനെ സത്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ വരവ്. അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഉത്തരവിനെ സത്യപ്പെടുത്താനായിട്ട്. നേരത്തെ അർത്ഥം പറഞ്ഞാൽ മുസദ്ദിഖൻ, സത്യപ്പെടുത്താൻ വേണ്ടി. ഈ കലിമത്തിൽ ഒരു പദത്തെ, ഒരു കൽപ്പനയെ, ഒരു വാക്യത്തെ, ഒരു ഉത്തരവിനെ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള. ഏതാണ് ഈ ഉത്തരവ്? ആ അല്ലാഹുവിന്റെ ഉത്തരവ്, വാക്യം, അതാണ് ഈസാ അലൈഹിസ്സലാം. പിന്നീട് തന്നെ കുൻ ഫയകൂൻ, കുൻ ഫയകൂൻ, മറിയയുടെ വാക്യം കുൻ, ഉണ്ടാവും, ഉണ്ടായി. അപ്പൊ ആ കലിമ അതിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സത്യഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഉത്തരവിനെ സത്യപ്പെടുത്തുക. അഥവാ യഹ്യ അലൈഹിസ്സലാം, സക്കറിയ അലൈഹിസ്സലാമിന് ശേഷം പ്രവാചകനായ യഹ്യ അലൈഹിസ്സലാം, ശേഷം വരാനിരിക്കുന്ന ഈസാ അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് വർത്തമാനം. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ, അഥവാ ആ ഉത്തരവ് മുഖേന ഉണ്ടായി വരുന്ന, ജന്മമെടുക്കാനിരിക്കുന്ന ഈ പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനും, വസയ്യിദൻ, എല്ലാ നേതൃഗുണങ്ങളും ഒത്തുചേർന്നവനായും, വഹസൂറ, ഇച്ഛാശക്തിയും ഉൾക്കാഴ്ചയും ഉള്ളവനായും, ആത്മനിയന്ത്രണമുള്ളവനാണ് ഹസൂർ എന്ന് പറഞ്ഞാൽ. ഒരു നേതൃ പദവിയിലെത്തിയാൽ ഉണ്ടാവേണ്ടുന്ന ഇച്ഛാശക്തി, ഉൾക്കരുത്ത്, ആത്മനിയന്ത്രണം, നേതൃപാഠം, ഇതെല്ലാം ചെയ്യുന്ന ഹസൂർ. അപ്പൊ ഈ യഹ്യ എന്ന സന്താനത്തിന്റെ വരവ് നേതൃഗുണങ്ങൾ ഒത്തുചേർന്ന, ആത്മസംയമനത്തോടുകൂടി കൈകാര്യത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഇച്ഛാശക്തിയും കരുത്തും ധീരതയും ഒക്കെയുള്ള, കഴിഞ്ഞ 11